ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 16 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളുടെ പേരുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെ 4 പേരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുക. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റുള്ളവർ. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് യാത്രികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിചയപ്പെടുത്തിയത്. ചടങ്ങിൽ യാത്രികർക്ക് ആസ്ട്രോനോട്ട് വിങ്സ് ബാഡ്ജ് പ്രധാനമന്ത്രി കൈമാറി. പ്രശാന്ത് പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. ഈ 4 പേരിൽ ഒരാളെ ഗഗൻയാൻ ദൗത്യത്തിനു മുൻപേ ബഹിരാകാശത്തേക്കയക്കും. നാസയുടെ ദൗത്യത്തിലാണ് ഈ വ്യക്തി ബഹിരാകാശത്തെത്തുക. 2019 പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ 2021 റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിംഗ് സെന്ററിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 13 മാസത്തെ പരിശീലനത്തിന് ശേഷം രാജ്യത്ത് തിരികെ എത്തിയ ഇവർ ബംഗളൂരുവിലെ ആസ്ട്രോനോട്ട് ഫെസിലിറ്റിയിലാണ് തുടർ പരിശീലനം നടത്തിയിരുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി AM ഖാൻവിൽക്കറെ അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രാജ്യത്തെ ആദ്യ ലോക്പാലായ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷിന്റെ പിൻഗാമിയായാണ് നിയമനം. ചന്ദ്രഘോഷ് 2022 മേയിൽ വിരമിച്ചിരുന്നു. ജുഡീഷ്യൽ അംഗങ്ങളായി ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ലിംഗപ്പ നാരായണസ്വാമി, സഞ്ജയ് യാദവ്, ഋതുരാജ് അവസ്ഥി എന്നിവരെയും നിയമിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2022-2023 വർഷങ്ങളിലെ പുരസ്കാരങ്ങളും ഫെലോഷിപ്പുകളും പ്രഖ്യാപിച്ചു. 6 പേർക്ക് അക്കാദമി രത്നയും 92 പേർക്ക് അക്കാദമി പുരസ്കാരവും 80 പേർക്ക് ഉസ്താദ് ബിസ്മില്ല ഖാൻ പുരസ്കാരവും ലഭിച്ചു. അക്കാദമി പുരസ്കാരം നേടിയ പ്രമുഖർ: 2022 കലാവിജയൻ, മാർഗി മധു ചാക്യാർ, കെ വിശ്വനാഥ പുലവർ. 2023 PK കുഞ്ഞിരാമൻ, വേണു ജി, പല്ലവി കൃഷ്ണൻ. ഉസ്താദ് ബിസ്മില്ല ഖാൻ പുരസ്കാരം നസറുള്ള, കലാമണ്ഡലം വിപിൻ, അപർണ നങ്യാർ, അപൂർവ ജയരാമൻ എന്നിവർക്ക് ലഭിച്ചു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലമായി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെ തിരഞ്ഞെടുത്തു. 2023 സെപ്റ്റംബർ 24 കുറുമാത്തൂർ പഞ്ചായത്തിനെയാണ് ആദ്യ ഡിജിറ്റൽ സാക്ഷര പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. MLA MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഇടം പദ്ധതിയിലൂടെയാണ് നേട്ടം കൈവരിക്കാനായത്. ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. ഗസലിനെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ചിട്ടി ആയി ഹേ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1989 ആഹട്ട് എന്ന ഗസൽ ആൽബം പുറത്തിറക്കി. മെഹഫിൽ, നയാബ്, ആഫ്രിൻ, നഷീല എന്നിവ പ്രശസ്തമായ ആൽബങ്ങളാണ്. 2006 പത്മശ്രീ ലഭിച്ചു. തൈറോയ്ഡ് ചികിത്സാ രംഗത്തെ രാജ്യാന്തര പ്രശസ്തനും ഡൽഹി എയിംസ് എൻഡോക്രിനോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ N കൊച്ചുപിള്ള അന്തരിച്ചു. ഗോയിറ്റർ രോഗത്തിന് കാരണമാവുന്ന അയഡിന്റെ കുറവ് ബുദ്ധി വളർച്ചയെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന് ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് അയഡിൻ ചേർത്ത ഉപ്പിന്റെ ഉപയോഗം വ്യാപകമാക്കണമെന്ന പ്രചാരണത്തിന് തുടക്കമായത്. 2003 പത്മശ്രീ ലഭിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സൈദ്ധാന്തികനുമായ കുമാർ സാഹ്നി അന്തരിച്ചു. 1972 പുറത്തിറങ്ങിയ മായാദർപ്പൺ ആയിരുന്നു ആദ്യ ചിത്രം. തരംഗ്, ഖസബ, ഘായൽ ഗാഥ
എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ. 1997-ലും 2019-ലും കേരള ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായിരുന്നു. MH റോമിയോ ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൻ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് ഇവ വിന്യസിക്കുക. US-ൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന 24 ഹെലികോപ്റ്ററുകളിൽ ആദ്യമെത്തിച്ച 6 ആദ്യഘട്ടത്തിൽ നാവികസേനയ്ക്ക് കൈമാറുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈനീസ് അന്തർവാഹിനികളുടെ നിരീക്ഷണത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്വാഡ്രൻ രൂപവത്കരിച്ചത്. മണിക്കൂറിൽ 267 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററിന് 6.85 ടൺ ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കും. ഭേദമായ അർബുദ രോഗം തിരിച്ചുവരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെന്റർ. 100 രൂപയാണ് ഗുളികയുടെ ചെലവ്. 10 വർഷമെടുത്താണ് ഗുളിക വികസിപ്പിച്ചത്. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ്. ഉത്തരം സാമൂരി നോറം. ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഉത്തരം ജസിന്ത കല്യാൺ. കേരള ബാങ്കിന്റെ പുതിയ CEO. ഉത്തരം ജ്യോതി M. ചാക്കോ. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആന്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയത്. ഉത്തരം സന്തോഷ് ശിവൻ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം എറിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഉത്തരം മാക്സ് ഡെന്നിങ്. 2020 ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടിയ താരം. ഉത്തരം ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ. ഇതോടെ 2024 മാർച്ച് 16 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.